പുണ്യാരെ ആ സെയ്ത്താന്റെ ബാലിൽ തൂങ്ങി നടക്കുന്ന ഇബിലിസ് അല്ലേ അത്? ആ അവൻ തന്നെ. ഓനെ ഇങ്ങോട്ട് വിളിക്ക്. ഓയ് വാടോ ഇങ്ങോട്ട്. വേഗം വാടോ. എന്താണ്ടോ സഞ്ചിയില്? അരിയും തേങ്ങയും കുറച്ച് പോയ മീനും. ആഹാ, ഇത് എത്ര ദിവസം കഴിക്കാനുണ്ടാവും? ഒരാഴ്ചക്കുള്ളത് ഒരുമിച്ച് വാങ്ങിച്ച് ഇടക്കിടക്ക് പീടിയ പോകണ്ടല്ല. അപ്പൊ രണ്ടാളും കൊറേ കാലം കൂടി നാട്ടിലുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇനി കൂന്താലി പോയെന്ന് കക്ക വാരി കച്ചവടം ചെയ്യാന്നൊക്കെ പറയണത്. വളക്കച്ചവടം അന്നത്തോടെ നിന്നല്ല. അതിനേക്കാളും നല്ലൊരു കച്ചവടം ഉണ്ട്. ആഹാ, അതെന്താണ്? ചെളിക്കച്ചവടം. അതാവുമ്പോ പുഴയിൽ ഇറങ്ങണ്ടല്ല, രണ്ടിന്റെ തലക്കകത്ത് തന്നെ നിറച്ചുണ്ടല്ല. റഹ്മാനെ, സലീമേ, ഇങ്ങോട്ട് വരി. അട്ടക്കാലൻ ആയമൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങി മുതലാളി. വിളിച്ചോണ്ട് പറഞ്ഞ മുതലാളി. വേണ്ടി വരും. രണ്ട് ഹിമാറുകളുടെ ഓരോ കൈയും കാലും വെട്ടിയെടുക്കാൻ അയമൂട്ടിക്ക് എന്ത് കായ് കൊടുക്കേണ്ടി വരും? മുതലാളി പറഞ്ഞാൽ മൂപ്പര് കായ് വാങ്ങാണ്ട് എത്ര കൈയും കാലും വേണേലും വെട്ടിയാലൂല്ലേ? എന്നാ അവനോട് വരാൻ പറയട്ടെ. വേണ്ട, ഓൻ വരുന്നവരെ കാത്തിക്കാനുള്ള ശ്രമം ഞമ്മക്കില്ല. എടുത്തോണ്ട് പാടാ കളപ്പുരയെന്ന് മണ്ണെണ്ണ. രണ്ടെണ്ണത്തിനെയും കത്തിച്ചിട്ട് അതിന്റെ ചാരം ഞമ്മക്ക് തെങ്ങിന് വളായിട്ടിടാ. ഹലോ, രക്ഷിക്കണേ. ഹലോ, എന്ത് ചേലിക്കടാ വന്നിരിക്കണേ? ഈ അരി വാങ്ങാൻ പോയതല്ലേ? പോയതരി വാങ്ങാൻ കിട്ടിയതടി. അടിയും തൊഴിയും കൊണ്ട് ഞമ്മള് നക്ഷത്രണ്ടി പോയി. നിക്കറിയാണ്ട് വാങ്ങിട്ട് പടച്ചോന്റെ കൃപാകടാശം കൊണ്ടാണ് എത്തിയത്. വെളിച്ചാവും മുമ്പ് പോയകളെന്നോളാൻ പറഞ്ഞിരിക്കുകയാണ് ആചാര്. വേഗം ഭാര്യ കെട്ടിക്കോളി. നമ്മള് പോണില്ല. ആചാര്യ ഹാളിൽ നിൽക്കാണ്. കൂടെ 10-15 ശൈത്താന്മാരും കണ്ണീക്കിന് പൊന്നീച്ച പറക്കണം. വീക്കണത് ഈ പോണെങ്കിൽ പോടാ, ഞമ്മക്കാരല്ലേ പേടില്ല. ഇങ്ങടെ മയ്യത്തടുത്ത തീക്കളിയാണ് ഈ കളിക്കണത്. എന്നാ ഞമ്മക്ക് എന്തല്ലോ നമുക്ക് വയ്യേ. വേഗം ഭാര്യ എടുക്കടാ. തീയും പുകയും പറപ്പിച്ചോണ്ടൊരു കൂട്ടം വരണ. എന്റെ അല്ലോ, നമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ആചാര്യ പറഞ്ഞേക്കണത്. അതിന് ഞമ്മളെ കിട്ടിയിട്ട് വേണ്ടേ? ഹലോ, പോയി. എന്താണ്ടോ നോക്കിക്കണേ? എന്റെ സൗണ്ട് കെട്ടിയണ്ട. പണ്ട് ചെട്ടിയൊരു പട്ടി എടുത്തോണ്ട് വേണാണ്ട് വായി നോക്കിയിരിക്കാതെ കടിക്കാനും പിടിക്കാനും കിട്ടാൻ എടുത്തോണ്ട് ഓടിക്കാം. തല തിരിഞ്ഞു പോയാ തലയല്ല തിരിഞ്ഞത്, കുപ്പായോ. എന്റെ തല പറ്റ തിരിഞ്ഞല്ലേ കിട്ടി പറക്കടാ. ഓ എന്റെ തുണി. വേഗം പാടാ, പടയിങ്ങെത്തി. എന്താ ഇത് വീട് കളിക്കണ? എന്താണ് ഇത്? വന്ന് കയറ്. കയറ്. ഞാൻ കയറിയിരിക്കില്ല, നീ വന്ന് കയറ്. കത്തിക്ക് ആള് പറഞ്ഞടാ കയറണ. അതല്ലേ കയറ്. കാലിക്കട്ട കണ്ണൂര് എവിടെ വേണേലും പോ. ഈ സൈക്കിളിൽ വന്ന് കയറ്. ഒരു പണ്ടാല കയറിന്റെ കാല് കുരുങ്ങി ഒരുങ്ങെത്തി. ആരാണ് ഇങ്ങളെ തല്ലിയത്? ആരാണ് ഇങ്ങളെ തല്ലിയത്? ആരായാലും നമ്മൾ വെറുതെ വിടൂല. അത് ശരി. ഉസ്മാനെ കേറി പാടാ. ഉസ്മാനെ വേണ്ടക്ക, നമ്മളിവിടെ ചത്തോളാ. ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ച് ചാവാല. ഇവര് നമ്മളെ കൊല്ലാൻ വന്നല്ല, ലക്ഷിക്കാൻ വന്ന. കേറി പാ. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണമെന്ന വചനം മുൻനിർത്തി ഇന്നാട്ടില് 100 കൊല്ലം മുമ്പ് ജാതിയും മതമൊന്നും നോക്കാതെ എല്ലാവർക്കും ന്യായം നടത്തിക്കൊടുത്ത ഖാൻ ബഹദൂർ ഇമ്പിച്ചിക്കോയ തങ്ങളെന്ന ആ വലിയ മനുഷ്യന്റെ ഖബറാണിത്. ഇവിടുന്ന് എടുക്കുന്ന തീരുമാനം അത് എന്തായാലും എതിർപ്പില്ലാണ്ട് ഈ ദേശക്കാർ അനുസരിക്കും.
തിരിയുണ്ടാ നിങ്ങക്ക്? ഉണ്ട്. മൊയ്തുട്ടിയാജോട് നമ്മളൊന്നും പറയണില്ല, നിങ്ങൾക്കെല്ലാം അറിയാലോ. നീ പറയ്, നിങ്ങൾ എന്തിനാണ് ഈ ചെക്കനെ തല്ലിയത്? രണ്ടും തിരിമുറിഞ്ഞ കള്ളന്മാരാ. നിങ്ങളെ വല്ലതും കട്ടോ? കക്കാൻ വന്ന് കച്ചവടം എന്ന് പറഞ്ഞ നമ്മളെ പൊരേ കയറി ഇറങ്ങി നമ്മളെ വീടിനെ കൈ കയറി പിടിച്ച്. നേരാണോ അബ്ദു ഈ പറയണേ? അത് വളപിക്കാൻ വളക്കാരൻ പിന്നെ കയ്യെ പിടിക്കാൻ പിന്നെ എവിടെ പിടിക്കാൻ? ഓന്റെ നാക്ക് അന്റെ തൊള്ളയിലാണോടോ? നമ്മക്കറിയാവുന്ന നമ്മൾ പറയും. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞമ്മള് ചോദിക്കാം, ഓൻ പറയട്ടെ. ആ ചോദിക്കേ. ഈ ഞമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ്? പാമ്പിനെ പിടിക്കാന്. ഈ ആര് പാമ്പ് പിടുത്ത കാരണം? വെറുതെ പറയാണെന്ന്, അവിടെ ഒരു പാമ്പ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലും ഉള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ ഇനി കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏടതായിരുന്നു. എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ? നെറ്റിമൊരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യക്കാരാവും. എന്തേ പാമ്പ് അയ്യങ്കാരാ? തർക്കം വെക്കാണ്ട കാര്യം പറയുങ്ങള്. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ബസയുള്ള പാമ്പായിരുന്ന ബസ ഇല്ലാത്ത പാമ്പായിരുന്ന? ഐ കടിച്ചാലല്ലേ അറിയൂ. ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലയാണ്, ഇത്ര നീളമുണ്ട് ഇത്ര വണ്ണുണ്ട്. നീളത്തിലും വണ്ണത്തിലും എന്ത് കാര്യം ആചാര്യ? കൊത്തിയ മയ്യത്താവൂലേ? പക്കെങ്കിലും നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലേ? കാഴ്ചകളായി പോയി നോക്കി. നമ്മളെ പൊരയില് നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. പാമ്പിറങ്ങി പോയി കാണും. അങ്ങനെ തോന്നുമ്പോ വരാനും പോവാനും നമ്മളെ പൊരയും പറമ്പും പാമ്പിന് വലിച്ചു കൊടുത്തിട്ടാ. ഐ പാമ്പിന്റെ ഇഷ്ടല്ലേ? നമ്മളെ പൊരയില് പാമ്പ് കേറിയിട്ടില്ല. ഇങ്ങനെ അറിയാം. നമ്മള് കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? എന്താണ് വിളിക്കണ്? നമ്മളിവിടെ തുണിയിലാണ്ടിക്കണ. അയ്യരെ, ഇത് പള്ളിപ്പറമ്പ, സൂക്ഷിച്ച് വർത്താനം പറയണം. ഈ നാട്ടിലൊരാളെ കച്ചവടത്തിന് വന്നു, ആ കച്ചവടങ്ങൾ ഇല്ലാണ്ടാക്കി ഓന്റെ പണിക്കാരൻ നിങ്ങൾ തല്ലി, ഓന് പാർക്കാൻ പെര കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കും ആരെയും തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നുമില്ല. മൊയ്തൂട്ടിയാജിക്ക് മാത്രമല്ല ഈ നാട്ടിൽ പൊരയും പറമ്പുള്ളത്. അബ്ദുൽ ഉസ്മാനും തങ്ങാനുള്ള പൊര നമ്മൾ കൊടുക്കും. അയ്യരെ, എല്ലാം കേട്ടിട്ടുള്ള തീരുമാനം നമ്മൾ പറയാം. അബ്ദുനും ഉസ്മാനും ഇന്നാട്ടിലെ നിയമം തെറ്റാണ്ട് നടക്കുന്നിടത്തോളം കാലം ഇവിടെ എന്ത് കച്ചവടവും ചെയ്യാം. കാരണവന്മാരെന്ത് പറയണേ? മുസ്ലിയാര് പറയണതാ അതിന്റെ ശരി. ഇതാണോ നിങ്ങളെ ന്യായം? അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് ഇപ്പൊ നിങ്ങളോട് ഒന്നും പറയാനില്ല. എന്താ ചെയ്യേണ്ടത് ഞമ്മക്കറിയാം. വരില്ല. ഈ നാട്ടിൽ നിക്കണതൊക്കെ കൊള്ളാം, പക്ഷെങ്കില് മൊയ്തൂട്ടി ആജിന്റെ പൊരയിലോ പറമ്പിലോ നിങ്ങൾ രണ്ടാളിനി കേറിയെന്നോ മറ്റോ നമ്മൾ അറിഞ്ഞാല് ഓൻ പറയണതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പിന്നെ ഈ നാട്ടിൽ നിർത്തൂല. കാര്യമൊക്കെ ശരി തന്നെ. മൊയ്തുട്ടിയാജോടുള്ള വൈരാഗ്യം കൊണ്ടാ അന്നോട് ഇവിടെ കൂടിക്കോളായി കലന്തരാജി സമ്മതിച്ചത്. പക്ഷേങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മക്കറിയണം. കച്ചവടത്തിന്. ഈ എന്ത് കച്ചവടം നടത്താൻ പോണേ? അതാണ് നമ്മൾ ആലോചിക്കണമെന്ന് പറഞ്ഞില്ലേ? ഈ എന്ത് പണ്ടാറോ ആലോചിക്കണെന്നാ നമ്മൾ ചോദിക്കണേ? നമ്മൾ പറയത്തേക്ക മുണ്ടാണ്ട് എന്റെ ഓട്ട ബായി മൂടി അവിടെ കാണി കുത്തിയിരുന്നോ? അപ്പൊ എന്തോ കാര്യമുണ്ട്. ഈ എന്തിനാ പേടിക്കണേ? എന്തു കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളി, നമ്മളെല്ലാം എന്റെ കൂടെ ഉണ്ട്. കച്ചവടത്തിനാന്ന് പറഞ്ഞില്ലേ? വളക്കച്ചവടം മരക്കച്ചവടം നടത്തി പൊളിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്താ പുതിയ കച്ചവടം? പോലെ കച്ചവടം അതിവിടെ പറ്റൂല. അത് നമ്മളെ ബിസിനസ്സാ. ഇവിടെ ആരും ചെയ്യാത്തൊരു കച്ചവടം നിങ്ങൾ പറയും, നമ്മളത് ചെയ്യാം. ഈ ദുനിയാവിൽ ഇത്ര അധികം സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ തന്നെ വന്ന് കച്ചവടം ചെയ്യണമെന്ന് നടക്കാതെ ഇത്ര വലിയ വാശി. അതാ പറഞ്ഞ ഇതിൽ വേറെ കാര്യമുണ്ടെന്ന്. എന്തായാലും തുറന്നു പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ഇനി നമ്മൾ കൂടെ നിൽക്കൂല. പറയിക്കെങ്കിൽ സ്നേഹിച്ചു പോയിന്ന്. ആര്? മൊയ്തൂട്ടി ഹാജിന്റെ ബീവി ആമിനെ ഞമ്മടൊക്കെ സ്നേഹിച്ചു പോയി. ഹറാം പറഞ്ഞേ, വേണ്ടാത്തടുത്ത് ബാ തുറക്കരുത് പറഞ്ഞിട്ടില്ലേ? അടിച്ചെന്റെ കർണക്കുറ്റി പൊട്ടിക്കും. ഒരിക്കൽ ചാവാൻ കിടന്നപ്പോ താകെടുത്ത് വെള്ളം തന്നെ കൈയല്ലേ, ആ കൈ കൊണ്ട് കൊല്ലേ 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 കൊല്ലേ. അപ്പൊ മൊയ്തുട്ടി പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ടല്ലേ? എന്ത് ധൈര്യത്തിലായി വെല്ലൊന്നി പെണ്ണിനെ കയറി സ്നേഹിക്കണ്? ഇതെങ്ങാനും പുറത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നടക്കാൻ പോണ പുകയിൽ എന്താണെന്ന് അനക്കറിയോ? മോനെ അദ്ദു, ഇജ്ജ് അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങിക്കളാ. മൊയ്തുട്ടിയുടെ പെണ്ണിന്റെ മേലെ വെച്ച പൂതി അങ്ങോട്ട് മറന്നാളാ. അത് അന്റെ തടിക്കും ഞമ്മക്ക് നല്ലത്. ഇല്ല, മറക്കാൻ പറ്റില്ല. ഇജ്ജ് മറക്കണം. പറ്റില്ല. ഓള് മെയ്തിട്ടിന്റെ പെണ്ണല്ല, എന്റെ പെണ്ണ. ഓർമ്മയുള്ള കാലം മുതല് നമ്മുടെ കൽവിൽ വരച്ചിട്ടതാ ഓളുടെ പടം. അത് മായൂല. മായണമെങ്കില് ഈ അബ്ദു ചാവണം. ഓൾ എന്റെ